വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്നത് ആരാണ് എന്നൊരു ചോദ്യം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സാമൂഹ്യ പാഠ പരീക്ഷയ്ക്ക് ചോദിക്കുമായിരുന്നു. ഫ്ലോറൻസ് നൈറ്റിംഗൽ എന്നാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. ലേഡി വിത്ത് ദ ലാംപ് എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. ക്രിമിയൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ സന്നദ്ധ പ്രവർത്തകരെ സംഘടിപ്പിച്ച് നേഴ്സുമാരെ അണിനിരത്തി എന്നുള്ളതാണ് ഈ മഹതി ചെയ്ത ഏറ്റവും വലിയ സേവനം. അതുകൊണ്ടാണ് ഇവർ ലേഡി വിത്ത് ദ ലാംപ് അഥവാ വിളക്കേന്തിയ വനിത എന്നറിയപ്പെട്ടത്. അതുപോലെ കേരള ചരിത്രത്തെ സംബന്ധിച്ച ചോദ്യക്കടലാസുകളിൽ വരും കാലത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ചാട്ടി ഏന്തിയ വനിത ആരാണ് എന്നുള്ളത്. അതിൻ്റെ ഉത്തരം മറിയക്കുട്ടി എന്നാണ്. അടിമാലിയിൽ ഇതുവരെ യാതൊരു പബ്ലിക് എക്സ്പോഷറും ഇല്ലാതിരുന്ന ഒരു വനിത. അവർക്ക് 86 വയസ്സ് പ്രായമായി. ഭർത്താവ് മരിച്ചിട്ട് വളരെ വർഷങ്ങളായി. 4 പെൺമക്കളാണ് ഉള്ളത്. ഈ സ്വത്തുവകകൾ കാര്യമായിട്ടൊന്നുമില്ല, ഉള്ളതൊക്കെ മക്കൾക്ക് വിധിച്ചു കൊടുത്തു. മക്കൾ തന്നെ പല വിധത്തിലുള്ള പരാധീനതകൾ നേരിടുന്നവരാണ്. ഒരാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ്, മറ്റൊരാൾ ജീവിക്കാൻ വേറെ യാതൊരു മാർഗ്ഗവുമില്ലാതെ പെന്തിക്കോസ്റ്റിൽ ചേർന്ന ആളാണ്. അങ്ങനെ ഓരോരുത്തരും പലവിധ കഷ്ടതകൾ അനുഭവിക്കുന്നു. അവർക്ക് ഒരു ഭാരമാകാതെ ഈ മറിയക്കുട്ടി ഇത്രയും നാൾ പിടിച്ചു നിന്നത് ഈ സർക്കാരിൽ നിന്ന് ക്ഷേമ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ അത് മുടങ്ങിയിരിക്കുന്നു. 3-4 മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല. ഈ സാഹചര്യത്തിൽ മറിയക്കുട്ടി ആ ഒരു കൂട്ടുകാരിയുമൊത്ത് പിച്ചച്ചട്ടിയും ഏന്തി അടിമാലി ടൗണിൽ, അടിമാലി അത്ര വലിയ ടൗണൊന്നുമല്ല, എന്നാലും ഉള്ള ടൗണിൽ ഭിക്ഷാടനം ആരംഭിച്ചു. അത് നമ്മുടെ ഇവിടുത്തെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ വാർത്തയാക്കി. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. വാർത്തയാക്കിയതിലും തെറ്റൊന്നുമില്ല, അവരുടെ ജോലി അതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ വിപ്ലവ പത്രം മറിയക്കുട്ടിക്ക് 1.5 ഏക്കർ വസ്തു ഉണ്ടെന്നും പുതിയ വീടുണ്ടെന്നും അതിലുപരി ഇവരുടെ ഒരു മകൾ വിദേശത്താണ്, സ്വിറ്റ്സർലൻഡിലാണ് എന്നൊക്കെ അടിച്ചു വിട്ടു. ആ സമയത്ത് മറിയക്കുട്ടി വീണ്ടും പൊതുമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഈ വസ്തു എവിടെയാണ്, അതിൻ്റെ സർവേ നമ്പർ എത്രയാണ് എന്ന് സഖാക്കളോട് ചോദിച്ചു. മാത്രമല്ല വില്ലേജ് ഓഫീസിൽ ഒരപേക്ഷ കൊടുത്ത് ഇവരുടെ പേരിൽ 1 സെൻറ്റ് വസ്തു പോലും ഇല്ല എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. അതിനുശേഷം ദേശാഭിമാനി പത്രത്തിനെതിരായിട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. ദേശാഭിമാനി അതിനു മുമ്പ് തന്നെ വാർത്ത പിൻവലിക്കുകയും നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ മാപ്പും കോപ്പും ഒന്നും ഇവിടെ വേണ്ട, അത് കോടതി പോയി പറഞ്ഞാൽ മതി എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കും. ടെലിവിഷൻ ചാനലുകളിൽ വന്ന് സഖാക്കളെ വെല്ലുവിളിച്ചു. പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ഈ നവകേരള യാത്രയ്ക്കും തന്നെ വലിയ ക്ഷീണമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അതേക്കുറിച്ചൊരു വാക്കെങ്കിലും പറയാൻ നമ്മുടെ കാരണഭൂതനാകട്ടെ അദ്ദേഹത്തിൻ്റെ 20 മന്ത്രിമാരിൽ ആരെങ്കിലും ആകട്ടെ ഇന്നേ ദിവസം വരെ കൂട്ടാക്കിയിട്ടില്ല. പാർട്ടി നേതാക്കന്മാരൊക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഈ നാട്ടുകാരെല്ലാം മാവിലായിക്കാരാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് മന്ത്രി ബാലഗോപാൽ കനിഞ്ഞ് 1 ഗഡു ഈ ക്ഷേമ പെൻഷൻ എല്ലാവർക്കും വിതരണം ചെയ്തത്. പക്ഷേ ഇപ്പോഴും 4 ഗഡു ബാക്കി കിടക്കുകയാണ്. അതുകൊണ്ട് മറിയക്കുട്ടി ഭിക്ഷാപാത്രവും എടുത്ത് വീണ്ടും അടിമാലി ടൗണിലേക്ക് ഇറങ്ങണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഈ സുരേഷ് ഗോപിയെ പോലെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള പാർട്ടിക്കാരിൽ നിന്ന് ചിലരൊക്കെ കിട്ടിയ പോലെ ചെറിയ ധനസഹായമൊക്കെ ഇവർക്ക് കിട്ടി. ആ പൈസ എല്ലാം കൂടി സ്വരുക്കൂട്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിൽ റിട്ട് ഹർജിയുമായിട്ട് പോയിരിക്കുകയാണ്. റിട്ട് ഹർജി ചെന്ന് പെട്ടത് സാക്ഷാൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ മുമ്പിലുമായിരുന്നു. അദ്ദേഹം സർക്കാരിനെതിരെ നിശിതമായ പരാമർശങ്ങൾ നടത്തി. സർക്കാരിന് ആഘോഷങ്ങൾക്ക് പണമുണ്ടല്ലോ, നവകേരള സദസ്സ് നടത്താൻ പണമുണ്ട്, കേരളീയം നടത്താൻ പണമുണ്ട്, അല്ലെങ്കിൽ സ്പീക്കറുടെ തുലികാനാമത്തിൽ പുസ്തകമേള നടത്താൻ പണമുണ്ട്, ഓണസദ്യ നടത്താനും ക്രിസ്മസ് വിരുന്ന് ഒരുക്കാനും പണമുണ്ട്. പക്ഷേ ഈ പാവപ്പെട്ട മറിയക്കുട്ടിക്ക് 4 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാനായിട്ട് പണമില്ല എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ കുഴപ്പമാണ്, കേന്ദ്രം പൈസ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ ഒലത്തുമായിരുന്നു ഏതായാലും അങ്ങനെ മറിയക്കുട്ടി വീണ്ടും ഒരു സ്റ്റാറായിരിക്കണം. ഈ ക്രിസ്മസിന് നമുക്ക് വീട്ടിൽ സ്റ്റാർ തൂക്കുന്ന പരിപാടിയുണ്ട്, ക്രിസ്മസ് നക്ഷത്രം. ഈ ക്രിസ്മസ് കാലത്ത് ഉദിച്ചുയർന്ന് ഏറ്റവും തിളക്കമേറിയ നക്ഷത്രം ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മറിയക്കുട്ടിയാണ്. കാരണം ഒരു നക്ഷത്രത്തിനും ഇത്രയും ശോഭയില്ല. മമ്മൂട്ടിക്കോ മോഹൻലാലിനോ സുരേഷ് ഗോപിക്കോ ഫഹദ് ഫാസിലിനും ഇല്ലാത്ത ഒരു ശോഭ, ആന്തരികമായ ഒരു ശോഭ മറിയക്കുട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ പോരാട്ടം തുടരുന്നത്. ഈ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ ഇതാണ്. അല്ലാതെ ചില ആക്ടിവിസ്റ്റുകളെ ചാക്കിൽ പൊതിഞ്ഞ് ശബരിമലയുടെ പുറകുവാലിൽ കൂടി ദർശനം നടത്തിച്ചിട്ട് ഇവിടെ സ്ത്രീ ശാക്തീകരണം പൂർത്തിയായി എന്ന് പറയുന്നതല്ല. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ഇതാണ്. 86 വയസ്സായ ഒരു സ്ത്രീ, ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലാത്ത ഒരു വനിത ഭിക്ഷാപാത്രവും എടുത്ത് തെരുവിലിറങ്ങുന്നു. അത് വാർത്തയാകുന്നു. അവരെക്കുറിച്ച് തെറ്റായ വാർത്ത കൊടുത്ത പത്രത്തിനെതിരായിട്ട്, കേരളത്തിലെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരായിട്ട് മാനനഷ്ട കേസ് കൊടുക്കും. അത് പോരാഞ്ഞ് റിട്ട് ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. അവർക്ക് വേണ്ടി മാത്രമല്ല, ഇതുപോലെ
പെൻഷൻ മുടങ്ങിയ, ജീവിക്കാൻ മാർഗമില്ലാതായി തീർന്ന മറ്റെല്ലാ ആളുകൾക്കും വേണ്ടി. ഇവരാണ് യഥാർത്ഥത്തിൽ ഒരു നവോത്ഥാന നായിക എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ഈ ന്യൂസ് മേക്കറെ തിരഞ്ഞെടുക്കുന്ന മനോരമ ചാനലുകാർ മറിയക്കുട്ടിയെ കാണാതെ പോയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ അന്നമ്മ കൊച്ചമ്മയേക്കാൾ മഹതിയായ വേറൊരു വ്യക്തി ഈ നാട്ടിലുണ്ടായിരുന്നു എന്ന് വന്നാലോ എന്ന് പേടിച്ചിട്ടാണോ എന്നുകൂടി എനിക്ക് സംശയമുണ്ട്. ആ സംശയമായിട്ട് തന്നെ നിൽക്കട്ടെ. ഏതായാലും മറിയക്കുട്ടിക്ക് എൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.